ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഹസീനാസ് കുക്കിംഗ് വേൾഡിലേക്ക് സ്വാഗതം. നമുക്കൊന്നൊരു അടിപൊളി കണ്ണൻ മീൻ വാഴയിൽ പൊള്ളിച്ചതിൻ്റെ റെസിപ്പി നോക്കിയിട്ട് വരാം കേട്ടോ. നല്ല ടേസ്റ്റാണ്. ഞാൻ പറയുന്ന പോലെ തന്നെ റെഡിയാക്കി എടുക്കുകയാണെങ്കിൽ ഒരു അടിപൊളി കണ്ണൻ മീൻ ഫ്രൈ കിട്ടും കേട്ടോ. ഇതെങ്ങനെയാണ് നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ നോക്കിയിട്ട് വരാം. അതിനായിട്ട് ഞാനിവിടെ 200 ഗ്രാം അളവിലൊരു കണ്ണൻ മീൻ എടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല ഫ്രഷ് മീൻ നോക്കിയിട്ട് ഒന്നെടുക്കാം. നല്ല പോലെ നമുക്കിതൊന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ട് വരാം കേട്ടോ. ഞാൻ നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്ത് ഇതുപോലെ ഒന്ന് വരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ട മസാല തയ്യാറാക്കിയെടുക്കാം. 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി, 3/4 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ ഉപ്പ്, 1/4 ടീസ്പൂണ് കുരുമുളക് പൊടിച്ചത്, 1 ടീസ്പൂൺ അളവിൽ വെളിച്ചെണ്ണ. ഇത് കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കിയെടുക്കാം. ആവശ്യമെങ്കിൽ 1 ടീസ്പൂൺ വെള്ളം കൂടെ ചേർത്തിട്ട് നല്ലപോലെ ഒരു പേസ്റ്റ് രൂപത്തിലാക്കിയെടുക്കാം കേട്ടോ. ഇനി നമുക്കിത് നമ്മുടെ മീനിലേക്ക് നല്ലപോലെ ഒന്ന് തേച്ച് പിടിപ്പിച്ച് കൊടുക്കാം. നന്നായിട്ട് മീനിൻ്റെ എല്ലാ ഭാഗത്തും ആകുന്നവരെ ഒന്ന് നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിച്ച് ഒരു അരമണിക്കൂർ ഒന്ന് ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കാം കേട്ടോ. ഏകദേശം അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമുക്കത് ഇനി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നല്ലപോലെ സിമ്മിൽ വെച്ചിട്ട് തിരിച്ച് മറിച്ചിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്ത് മാറ്റാം കേട്ടോ. മീനൊക്കെ ഞാൻ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതേ പാനിലേക്ക് തന്നെ ഒരു 1/4 ടീസ്പൂൺ അളവിൽ ഉലുവ ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് പൊട്ടി വരുമ്പോൾ അതിലേക്ക് 2 വലിയുള്ളി കട്ട് ചെയ്തതോടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കാം കേട്ടോ. ഒരു 2 മിനിറ്റ് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്കൊരു 10 ചെറിയുള്ളി കട്ട് ചെയ്തതും ഒരു 5-6 ഗുണ്ടുമുളക് അതും കൂടെ ചേർത്ത് കൊടുക്കാം. ഒരു 5 വെളുത്തുള്ളി ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തത് അതുകൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. നല്ലപോലെ മിക്സാക്കി ഒരു ഗോൾഡൻ കളർ ആവുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. ഏകദേശം നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്കൊരു വലിയ തക്കാളി കട്ട് ചെയ്തത് അതുകൂടെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. 1/2 ടീസ്പൂൺ അളവിൽ ഉപ്പ്, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ പെരുംജീരകം പൊടിച്ചത്, 1/2 ടീസ്പൂൺ മുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി അതുകൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സാക്കിയിട്ട് നമ്മുടെ തക്കാളിയൊക്കെ നല്ലപോലെ വെന്തുടയുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് അളവിൽ തേങ്ങാപ്പാൽ അതുകൂടെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് ഒന്നുകൂടെ ഒന്ന് നന്നായിട്ട് മിക്സാക്കി എടുക്കാം കേട്ടോ. ഒരു 2-3 മിനിറ്റ് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്താൽ അതിനുശേഷം അതിലേക്ക് കുറച്ച് മല്ലിയില കട്ട് ചെയ്തത് അതുകൂടെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നമ്മുടെ സ്റ്റൗവ് ഓഫാക്കാം കേട്ടോ. ഇനി നമുക്ക് ഒരു വാഴയില വെച്ചിട്ട് അതിലേക്ക് ഈ ഒരു മിക്സ് കുറച്ചൊന്ന് ഇട്ട് കൊടുക്കാം. വാഴയില നന്നായിട്ടൊന്ന് വാട്ടിയെടുത്തതാ കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മുടെ മീൻ കൂടെ ഒന്ന് വെച്ച് കൊടുക്കാം. ബാക്കിയുള്ള മിക്സും കൂടെ ഈ ഒരു മീനിൻ്റെ മുകളിലേക്ക് നല്ല പോലെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം കേട്ടോ. മീനിൻ്റെ എല്ലാ ഭാഗത്തും ഈ ഒരു മിക്സ് വെച്ച് കൊടുക്കാം. ഈ ഉള്ളിൻ്റെ കൂടെ ആ ഗുണ്ടമുളകും കൂടെ കഴിക്കുമ്പോൾ നല്ല രുചിയായിരിക്കും കേട്ടോ. അതുകൊണ്ട് അതുണ്ടെങ്കിൽ അതുകൂടെ ഒന്ന് ചേർക്കണേ. ഇനി കുറച്ച് ഉള്ളി കൂടെ അതിൻ്റെ മുകളിൽ വെച്ചിട്ട് നമുക്കിതൊന്ന് നല്ല പോലെ ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് കെട്ടിയതിന് ശേഷം ഒന്നുകൂടെ ഒന്ന് നല്ലപോലെ ചൂടാക്കിയെടുക്കാം. ഒരു പാൻ വെച്ചിട്ട് നമ്മുടെ ഈ ഒരു വാഴയിലയിൽ പൊള്ളിച്ചത് അതിലേക്ക് വെച്ച് കൊടുത്ത് ഒരു 5 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ച് നല്ലപോലെ കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. ഇനി നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അടുത്ത സൈഡും ഒരു 5 മിനിറ്റ് നല്ലപോലെ ഒന്ന് കുക്ക് ചെയ്തെടുത്താൽ നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള കണ്ണൻ മീൻ വാഴയിലയിൽ പൊള്ളിച്ചത് റെഡിയാക്കി ഇട്ടിട്ടുണ്ട് കേട്ടോ. നല്ല ആവി വറക്കുന്ന ഒരു അടിപൊളി ഫിഷ് ഫ്രൈ. നല്ല മണം വരുന്നുണ്ട് കേട്ടോ ആ ഒരു വാഴയിലയുടെയൊക്കെ. ഇതുപോലെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ കമൻസും ലൈക്കും ഫീഡ്ബാക്കും എല്ലാം അറിയിക്കണം കേട്ടോ. ഞാൻ പറയുന്ന ഇൻഗ്രീഡിയൻസ് ഒക്കെ സ്കിപ്പ് ചെയ്യാണ്ട് ചേർക്കണേ. തേങ്ങാപ്പാൽ സ്കിപ്പ് ചെയ്യരുത് കേട്ടോ. അതും കൂടെ ചേർക്കുമ്പോഴാണ് നമ്മുടെ ഒരു ഫ്രൈക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടുക. ഇതാണ്ടോ നല്ല ജ്യൂസി ആയിട്ടിരിക്കുന്ന ഒരു അടിപൊളി ഫിഷ് ഫ്രൈ. ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ കമൻസും ലൈക്കും ഫീഡ്ബാക്കും എല്ലാം അറിയിക്കണം കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്.